നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് യുകെയുടെ ന്യൂസ് പേപ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം സെക്രട്ടറിയായ കൂപ്പർ അറിയിച്ചിരിക്കുന്നത് അവർ അടുത്ത മാസത്തോടുകൂടി ഇമിഗ്രേഷനിലെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ യുകെയിലേക്കുള്ള കുടിയേറ്റത്തിന് അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അവർ യൂസ് ചെയ്യുന്നത് പോയിന്റ് ബേസ് സിസ്റ്റമാണ്. ആ പോയിന്റ് ബേസ് സിസ്റ്റം വഴി ആവശ്യത്തിന് പോയിന്റ് ലഭിക്കുന്നവർക്ക് 70 പോയിന്റ് ലഭിക്കുന്നവർക്ക് യുകെയിലേക്ക് ഒരു വിസ കിട്ടുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കൂപ്പർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർക്ക് ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തൊക്കെ നിയമമാണെന്ന് ഇതുവരെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അത് അവർ പറഞ്ഞിരിക്കുന്നത് ജനുവരിയോടുകൂടി അവർ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരിപ്പോൾ യു കെയിലെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി, അതായത് യു കെയിലെ ഇവിടുത്തെ ഷോർട്ടേജുകളെക്കുറിച്ച് പറയുകയും അത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി. ഇപ്പോൾ അവർ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയിൽ അറിയിച്ചിരിക്കുന്നത് യു കെയിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശരെ ആശ്രയിക്കുന്നത് IT മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയുമാണ്. എന്തുകൊണ്ടാണ് ഈ IT മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്നതിനെക്കുറിച്ച് പഠിക്കണം എന്നാണ് അവർ മാക്കിനെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ IT മേഖലയിലായാലും എഞ്ചിനീയറിംഗ് മേഖലയിലും ഉയർന്ന ശമ്പളം കിട്ടിയാണ് പലരും യു കെയിലേക്ക് വരുന്നത്. യു കെയിൽ ഇപ്പോൾ പൊതുവെ ഇവിടെ പഠിച്ച് ഇറങ്ങിയവരെ അല്ലെങ്കിൽ UK സിറ്റിസൺസ് ആയിട്ട് ഇവിടെ കോളേജുകളിൽ പഠിച്ചിറങ്ങിയവരെയൊക്കെ ഈ ഫീൽഡിലേക്ക് കിട്ടുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം യു കെയിലെ പുതിയ തലമുറ അങ്ങനെ പഠനത്തോട് വലിയ താല്പര്യം കാണിക്കുന്നവരല്ല. ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും നോക്കിയാലും കൂടുതലും സ്റ്റുഡൻസും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നേരത്തെയൊക്കെ യു കെയിലെ എല്ലാവരും പഠനത്തിന് വേണ്ടി മക്കളെ തയ്യാറാക്കി വിടുമ്പോൾ, പക്ഷേ ഇപ്പോഴത്തെ പേരൻസിനൊന്നും അത്രയധികം താല്പര്യങ്ങളൊന്നും മക്കൾ പഠിക്കുന്നതിനോട് കാണിക്കുന്നില്ല. ഞാൻ യു കെയിലേക്ക് കുടിയേറി വന്നവരെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ സിറ്റിസൺസ് ആയിട്ട് പണ്ട് തൊട്ടുള്ളവരുടെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ പലരും ചെറുപ്പക്കാരായ പലരും യു കെയിലെ ബെനിഫിറ്റുകൾ വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ജോലിക്ക് പോകുന്നതിനോ പഠിക്കുന്നതിനോ ഒന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, കൂടുതൽ വിഭാഗങ്ങളും. ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ അവർ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന IT മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലുമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരുടെ പ്രസ്താവനയിൽ അവർ മെഡിക്കൽ ഫീൽഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ കെയർ സെക്ടറിനെക്കുറിച്ചോ യാതൊരുവിധ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അവർക്കറിയാം, അവർക്ക് എന്തൊക്കെ അവർ ശ്രമിച്ചാലും ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ ആവശ്യത്തിന് സ്റ്റാഫിനെ അവർക്ക് യു കെയിൽ നിന്ന് കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളത്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളതുപോലെ ഇവിടെയെല്ലാം നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന GPകളാണ്. അതായത് ഓരോ സ്ഥലത്തും GP ഉണ്ട്, നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം. നമ്മളുടെ പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഫോൺ ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടുത്തെ ഡോക്ടറെയാണ് കാണുന്നത്. അപ്പോൾ ഈ GPകൾ എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഇപ്പോൾ നമ്മൾ ഈ GPയിൽ ഒരു അപ്പോയിൻമെൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോക്ടർമാരല്ല മിക്കപ്പോഴും നമ്മളിപ്പോൾ നോക്കുന്നത്. അവിടെയുള്ള ഫാർമസിസ്റ്റുകളാണ് പലപ്പോഴും ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ചെക്ക് ചെയ്ത് നമുക്ക് വേണ്ട മരുന്നുകൾ തരുന്നത്. അതായത് അത്രമാത്രം ഷോർട്ടേജുകളാണ് ഇവിടെ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ അനുഭവപ്പെടുന്നത്. ഡോക്ടേഴ്സ് ഇല്ല, നേഴ്സുമാരില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും യു കെയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഗവൺമെൻറ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ തന്നെ ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് കിട്ടുന്ന സാലറി, ഇപ്പോൾ നേഴ്സുമാർക്ക് കിട്ടുന്ന സാലറി ഇവിടെ പല സാധാരണ ജോലിക്കാർക്ക് പോലും കിട്ടുന്ന ഒരു സാലറി തന്നെയാണ്. അന്നേരം ഇത്രയും ടെൻഷൻ പിടിച്ച ഒരു ജോലിക്ക് വേണ്ടി യു കെയിലെ യുവജനങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് 3 വർഷം പഠിക്കണം, ആ 3 വർഷം പഠിക്കുന്നതിന് വേണ്ടിയുള്ള പൈസ സ്പെൻഡ് ചെയ്യണം. അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സാധാരണ ജോലിക്കാരന് കിട്ടുന്ന ശമ്പളത്തോടു കൂടി നേഴ്സായിട്ട് വന്ന് കൂടുതൽ ടെൻഷൻ എടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അതോടൊപ്പം തന്നെ ഈ നൈറ്റ് ഷിഫ്റ്റുകളും വീക്കെൻഡുകളും ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിലേക്ക് കൂടുതലും യു കെയിലുള്ളവർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേക്കൻസികൾ കൂടി തന്നെ നിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, ബ്രെക്സിറ്റ് കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ കെയർ മേഖലയിലും ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ യു കെയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കെയർ മേഖലയിലൊക്കെ ധാരാളം വേക്കൻസികൾ ഇപ്പോഴും നിലവിലുണ്ട്. മറ്റു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഇമിഗ്രേഷൻ 7 ലക്ഷത്തിന് മുകളിലേക്ക് കുറഞ്ഞിരുന്നു. ഇപ്പോൾ കൂപ്പറും അവർ മന്ത്രിസഭയും അവകാശപ്പെടുന്നത് അടുത്ത വർഷങ്ങളോടുകൂടി അത് അവർ 3 ലക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ എങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരും, അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ അവർ ആ ഇമിഗ്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലെ ഷോർട്ടേജ് പരിഹരിക്കാൻ അവർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ജനുവരിയിൽ അവരെല്ലാ കാര്യങ്ങളും പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ യു കെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രതിജ്ഞ ഒരു ഇലക്ഷൻ സമയത്ത് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 15 ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കുമെന്നാണ് പറഞ്ഞത്. അന്നേരം 15 ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കണമെങ്കിൽ അതിലേക്കും ധാരാളം എഞ്ചിനീയേഴ്സിനെയൊക്കെ ആവശ്യമുണ്ട്. അന്നേരം ഈ നിയമങ്ങളൊക്കെ കൂടുതലും കർശനമാക്കി കഴിയുമ്പോൾ അവർ എങ്ങനെ എഞ്ചിനീയേഴ്സിനെയൊക്കെ യു കെയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് മറ്റൊരു
കാര്യമായിട്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇങ്ങനെ ഈ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് നിന്ന് വരുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് യു കെയിൽ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ യു കെയിൽ. അന്നേരം അങ്ങനെ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ യൂസ് ചെയ്ത് യു കെയിൽ എത്തിയിട്ട് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാതെയും മറ്റു രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് വരെ അറിയാം. അന്നേരം ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇടനിലക്കാർ, അന്നേരം ഇവരെയൊക്കെ പറഞ്ഞു പറ്റിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഈ കള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് 10-20 ലക്ഷം രൂപ മേടിച്ച് ഇങ്ങോട്ട് വിടുന്ന കുറേ ഏജൻറ്റുമാരുണ്ട്. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവന്മാർ. അന്നേരം അവന്മാർ പറയുന്നത് കേട്ട് അത് വിശ്വസിച്ചാണ് ഇവരൊക്കെ യു കെയിലേക്ക് വരുന്നത്. പക്ഷേ ഈ യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരിൽ പലർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം അവർക്കറിയില്ല ഏത് സമയത്ത് എപ്പോൾ അവരെ പിടിക്കപ്പെടും, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, എപ്പോൾ അവരെ തിരിച്ച് കയറ്റി വിടും. ഇങ്ങനെയുള്ള ടെൻഷനായിരിക്കും അവർക്ക് എന്നും ഉള്ളത്. അതിനി ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി കിട്ടിയാൽ പോലും നിങ്ങൾ ഒരു പ്രാവശ്യം യു കെയിൽ ഫേക്ക് സർട്ടിഫിക്കറ്റാണ് വെച്ചാണ് വന്നിട്ടുള്ളതെന്ന് ഹോം ഓഫീസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ അന്നേരം ക്യാൻസൽ ചെയ്ത് അവർ തിരിച്ച് കയറ്റി വിടും. അതിനകത്ത് ഒരു സംശയവുമില്ല. ഇപ്പോൾ നൈജീരിയയിൽ നിന്നുള്ള ഒരുപാട് നേഴ്സുമാർക്കാണ് അവരുടെ പിൻ നമ്പർ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടുന്ന് ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് വന്നു എന്നുള്ള കാരണമുണ്ട്. അന്നേരം ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് യു കെയിലേക്ക് വരുന്നവരെ തടയാനുള്ള നിയമം യു കെ ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കൊണ്ടുവന്നാൽ തന്നെ യു കെയിലേക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് യു കെയിലേക്ക് വരും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ വീണ്ടും കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ വീണ്ടും 2.6 ഉയർന്നിരിക്കുകയാണ്. യു കെ ഗവൺമെൻറ് ടാർഗറ്റ്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. അന്നേരം ഇത് 2.6 ഉയരുന്നത് കൊണ്ട് തന്നെ ഇനി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇവിടുത്തെ ബേസ് റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ഈ ബേസ് റേറ്റ്, ബാങ്കിൻ്റെ പലിശയുടെ ബേസ് റേറ്റ് കുറച്ചാൽ മാത്രമാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും മോർഗേജും ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അങ്ങനെ ഈ ബേസ് റേറ്റ് കുറയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നതും ഇപ്പോൾ ലേബർ സർക്കാരിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ മോശമാണെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് സാധാരണ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം ലേബർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഇൻഫ്ലേഷനൊക്കെ കുറഞ്ഞു വന്നു. പക്ഷേ അതെല്ലാം ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം മാത്രമായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം പുതിയ മന്ത്രിസഭ നിലവിൽ വന്ന ശേഷം അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഇൻഫ്ലേഷൻ 2.6 ഉയർന്നിരിക്കുകയാണ്. അത് ഇനിയും ഉയരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ലേബർ സർക്കാരിൻ്റെ ജനസമ്മതി ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ റീഫോം പാർട്ടി യു കെയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. റീഫോം പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് കുടിയേറ്റം കുറയ്ക്കണമെന്ന് ശക്തമായി വാദിക്കുന്നവരുടെ പാർട്ടിയാണ് ഈ റീഫോം പാർട്ടി. അന്നേരം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് റീഫോം പാർട്ടിയാണ്. അവർ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും എല്ലാം തോൽപ്പിച്ചുകൊണ്ട് റീഫോം പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വളരെ താമസിക്കാതെ തന്നെ യു കെയിലും റീഫോം പാർട്ടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ യു കെയിലെ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി യു കെയിലെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അത് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിന് പകരമായിട്ട് യു കെയിലേക്ക് അവർക്ക് എവിടുന്ന് വർക്ക് ഫോഴ്സിനെ കണ്ടെത്തും എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം യു കെയിലെ ജനങ്ങൾക്ക് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ നല്ല ജോലി വാങ്ങിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ യു കെയിലെ ബെനിഫിറ്റുകൾ കൊണ്ട് അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ളൊരു ചിന്തയുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള സാധാരണ ജോലിക്ക് ആളെ കിട്ടാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ 3-4 വർഷമൊക്കെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നതിന് യു കെയിലെ യുവജനങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ ഇമിഗ്രേഷൻ കുറയ്ക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇനി അവർ കുറയ്ക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ അതെങ്ങനെ നേടിയെടുക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും യു കെയിലേക്കുള്ള ഇമിഗ്രേഷൻ അവർക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ ഒക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോഴും അതുപോലെ തന്നെ വേക്കൻസികൾ യു കെയിലുണ്ട്. ഇവിടുത്തെ പല എംപ്ലോയേഴ്സിനും വിദേശത്തുള്ളവരെ ജോലി കൊടുക്കുന്നതിനാണ് താല്പര്യം കൂടുതൽ. കാരണം അവർ കൂടുതൽ സമയം ജോലി എടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സാലറി കുറച്ചാണ് കൊടുക്കുന്നത്. യു കെയിലുള്ളവരുടെ കാര്യമൊക്കെ അറിയാമല്ലോ. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം യു കെയിലെ ജോലിക്കാരുടെ ഒരു പ്രത്യേകത. അവർ ആവശ്യത്തിന് ബ്രേക്കുകളൊക്കെ എടുക്കാറുണ്ട്, ഇടയ്ക്ക് സിഗരറ്റ് വലിക്കാൻ പോകാറുണ്ട്. ഇതൊന്നും ചെയ്യാതെയാണ് നമ്മൾ മലയാളികൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മലയാളികൾക്ക് ഇവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വർക്കിനോട് നല്ല ആത്മാർത്ഥതയാണ് 90% ആൾക്കാർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എംപ്ലോയേഴ്സിന് മലയാളികളോട് വലിയ താല്പര്യം തന്നെയാണ്. അപ്പോൾ യു കെയിലേക്ക് നമ്മൾക്ക് ഇനി വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ജനുവരിയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെന്തൊക്കെയായിരിക്കും നിയമമാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം തന്നെ അവരെന്തെങ്കിലും നിയമമാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ തത്സമയം തന്നെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.